എല്ലാത്തരം യുദ്ധവും തീവ്രവാദ പ്രവർത്തനവും മനുഷ്യകുലത്തോടുള്ള പാപമാണ്, മനുഷ്യന്റെ പരാജയമാണ്, ആരും ജയിക്കാത്ത തോൽവിയാണ്. അത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നവയായാലും മതപരമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നവയായാലും. കാരണം ചിലരുടെ ഗൂഢലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അനേകായിരം നിരപരാധികളെ അത് കൊന്നൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധവിരുദ്ധ പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും അത് മനുഷ്യസ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. പക്ഷേ മതം നോക്കി യുദ്ധങ്ങളെയും തീവ്രവാദത്തെയും അപലപിക്കുന്നവർ മതം നോക്കി ഇരകളെ കൊന്നൊടുക്കുന്ന മുസ്ലിം തീവ്രവാദികളുടെ മറ്റൊരു രൂപം തന്നെയാണ്. മതേതരവാദികളെന്ന് സ്വയം അവകാശപ്പെടുന്ന കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും സമീപനം പച്ചയ്ക്ക് കാശ്മീരിലെ പഹൽഗാമിൽ കലിമ ചൊല്ലിച്ച ഇരകളെ നിശ്ചയിച്ച ഭീകരവാദികളുടേത് തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനെതിരെ ഭാരതത്തിലെ ഇടതുപക്ഷ കക്ഷികൾ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടത്തിയ യുദ്ധവിരുദ്ധ സമരം ഈ കപട സമീപനത്തിന് നല്ല ഉദാഹരണമാണ്. യുദ്ധത്തിനെതിരായ നാഷണൽ സോളിഡാരിറ്റി ഡേ എന്നാണ് അവർ അതിന് പേരിട്ടത്. CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി, CP ദേശീയ ജനറൽ സെക്രട്ടറി D രാജ, കമ്മ്യൂണിസ്റ്റ് ഗദ്ദർ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ, ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി G ദേവരാജൻ, RSP ദേശീയ ജനറൽ സെക്രട്ടറി മനോജ് ഭട്ടാചാര്യ തുടങ്ങിയവർ തന്നെയാണ് സോളിഡാരിറ്റി ഡേക്ക് നേതൃത്വം കൊടുത്തത്. അമേരിക്കൻ സാമ്രാജ്യശക്തിയുടെ പിന്തുണയോടെ ഇസ്രായേലിലെ സയനിസ്റ്റ് ഭരണകൂടം ഇറാനെതിരെ നടത്തുന്ന യുദ്ധത്തിനെതിരെ യുദ്ധവിരുദ്ധ പ്രകടനങ്ങളും ആശയപ്രചാരണ സെമിനാറുകളും നടത്തുവാൻ CP സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആഹ്വാനം ചെയ്തു. സാമ്രാജ്യത്വ സയനിസ്റ്റ് അച്ചുതണ്ട് ലോക സമാധാനത്തിനും ജനതകളുടെ സ്വൈര്യ ജീവിതത്തിനും നിരന്തര ഭീഷണിയാണെന്ന് ബിനോയ് വിശ്വം ആരോപിച്ചു. ഇറാനെ തകർത്ത് പശ്ചിമേഷ്യയിലെ എതിർപ്പുകൾ ഇല്ലാതാക്കുവാനുള്ള അമേരിക്കൻ സാമ്രാജ്യത്വ താൽപര്യങ്ങൾക്കു വേണ്ടിയാണ് ഈ യുദ്ധമെന്ന് CPM പറഞ്ഞു. എന്നാൽ സത്യം എന്താണ്? ലോക സമാധാനത്തിന് ഭീഷണി അമേരിക്കയോ ഇസ്രായേലോ റഷ്യയോ ചൈനയോ അല്ല, മുസ്ലിം തീവ്രവാദമാണ്. മറ്റേത് രാജ്യത്തെക്കാളും എത്രയോ ഇരട്ടി വലുതാണ് മുസ്ലിം തീവ്രവാദികൾ ഉണ്ടാക്കുന്ന ഭീഷണി. ഒരു അന്തർദേശീയ ഫ്രഞ്ച് സംഘടന 2024 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് 1979 മുതൽ 2024 വരെ 66,878 ഇസ്ലാമിക ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 2,49,941 പേർ കൊല്ലപ്പെട്ടു. 1979 മുതൽ 2000 വരെ 2194 ആക്രമണത്തിൽ 6,817 പേരാണ് കൊല്ലപ്പെട്ടത്. 2001 മുതൽ 2012 വരെ 8,265 ആക്രമണം നടത്തി 38,187 പേരെ കൊന്നു. 2013 മുതൽ 2024 വരെ 6,413 ആക്രമണം നടത്തി 2,04,937 പേരെ കൊന്നു. സമരക്കാരുമായി എതിർപ്പോ അനുകൂലമോ ഒന്നും ഇല്ലാത്തവരെയും കൊന്ന് ഭീതി വളർത്തുന്നവരാണ് മുസ്ലിം തീവ്രവാദികൾ. ഭീകരപ്രവർത്തനങ്ങൾക്ക് ശേഷം അതിലുണ്ടാകുന്ന മരണങ്ങളുടെ പേരിൽ നടത്തുന്ന അവരുടെ ഇരവാദവും അതിന് പിന്തുണയുമായി എത്തുന്ന മുസ്ലിം പ്രീണനക്കാരുടെ പിന്തുണയും ഈ ഭീകരവാദത്തെ വെള്ളപൂശുന്നവയാണ്. യുദ്ധം തെറ്റാണ്, അത് ആര് നടത്തിയാലും തെറ്റാണ്. അത് പറയാനുള്ള ആർജവം ഇല്ലാത്തവർ ചിലരെ മാത്രം കുറ്റപ്പെടുത്തി സ്വയം പരിഹാസ്യരാവുകയാണ്. 1989 ഏപ്രിൽ 14 മുതൽ ജൂൺ 4 വരെ ചൈനയിലെ ടിയാൻമെൻ സ്ക്വയറിൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത 10,000-കണക്കിന് യുവാക്കളെ സൈന്യത്തെ ഉപയോഗിച്ച് ക്രൂരമായി കൊന്നതിനെ ന്യായീകരിച്ചവരാണ് ഈ സഖാക്കൾ. ടിയാൻമെൻ സ്ക്വയർ ദുരന്തത്തെ അപലപിച്ചതിന് P ഗോവിന്ദപിള്ളയെ പോലെ ഒരു സാത്വികനെതിരെ നടപടി സ്വീകരിച്ച പാർട്ടിയാണ് CPM. അവരാണ് യുദ്ധവിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന സത്യം ആരാണ് മറക്കുക? ഇസ്രായേൽ ജനത സിംജ തോറയുടെയും സാബത്തിന്റെയും ആലസ്യത്തിൽ വിശ്രമിച്ചിരുന്ന 2023 ഒക്ടോബർ 7 രാത്രി ഇറാനിയൻ പിന്തുണയോടെ കരയും കടലും ആകാശവും വഴി ഇരച്ചു കയറിയ ഹമാസ് തീവ്രവാദികൾ അഴിച്ചുവിട്ട ഭീകരാക്രമണത്തെ പലരും മറക്കുന്നു. അതിനീചവും നിഷ്ഠൂരവുമായിരുന്നു അവരുടെ യുദ്ധതന്ത്രങ്ങൾ. തങ്ങൾ ഇസ്രായേലിലേക്ക് 5000 മിസൈലുകൾ വർഷിച്ചെന്നും 100 കണക്കിന് ഇസ്രായേൽക്കാരെ കൊല്ലുകയും ബന്ദികളാക്കുകയും ചെയ്തെന്നും ഹമാസ് തീവ്രവാദികൾ തന്നെ അവകാശപ്പെട്ടതാണ്. നിരവധി സ്ത്രീകളെ ബലാത്സംഗം നടത്തുകയും കുട്ടികളെയും ശിശുക്കളെയും ഹീനമായി അവർ ഉപദ്രവിക്കുകയും ചെയ്തു എന്നതും ലോകം അറിഞ്ഞതാണ്. 1200 ഇസ്രായേൽക്കാരെ കശാപ്പ് ചെയ്യുകയും 250 പേരെ ബന്ദികളാക്കുകയും 7500 പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളെ വിമോചന പോരാളികളായി ചിത്രീകരിക്കുന്ന CPM-ഉം കോൺഗ്രസും ലീഗും തങ്ങളെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ഹമാസിനോടും ഇറാനോടും കണക്ക് ചോദിക്കുന്ന ഇസ്രായേലിനെ ലോകത്തെമ്മാടിയെന്നും ഗുണ്ടയെന്നും വിളിക്കുന്നത് എങ്ങനെ നിഷ്പക്ഷ നിലപാടാകും? സൂപ്പർനോവ സംഗീതോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നവരെ അടക്കമാണ് ഹമാസ് കശ്മലന്മാർ കുരുതി കഴിച്ചത്. കൊല്ലപ്പെട്ടവരിൽ അമേരിക്കക്കാരും കാനഡക്കാരും ഇംഗ്ലണ്ടുകാരും തായ്ലൻഡുകാരും ഉണ്ടായിരുന്നു. ഇസ്രായേലും അവരുടെ രഹസ്യ സംഘടനയായ മൊസാദും കബളിപ്പിക്കപ്പെട്ടതിന്റെ ഭീതിയിലായി. ഹമാസിന്റെ അവകാശവാദം അപ്പാടെ അംഗീകരിച്ചില്ലെങ്കിലും 2200 മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചതായി ഇസ്രായേൽ സർക്കാർ സമ്മതിച്ചു.
ഹമാസിന്റെ ഭീകര തുരങ്കങ്ങളിൽ ഇപ്പോഴും 2 അമേരിക്കക്കാർ അടക്കം ഇസ്രായേലിൽ നിന്നുള്ള 50-ലേറെ പേർ ബന്ദികളായുണ്ട്. ഗാസയിൽ നിന്നുള്ള ഇസ്ലാമിക ഭീകര പ്രസ്ഥാനമായ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ അടുത്ത ദിവസം 2023 ഒക്ടോബർ 8 മുതൽ ലബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള ഭീകരരും യമനിൽ നിന്നുള്ള ഹൂതി ഭീകരരും ഇസ്രായേലിനെതിരെ തിരിഞ്ഞു. ഈ 3 വിഭാഗം ഭീകരവാദികൾക്കും പിന്തുണയും ആയുധങ്ങളും നൽകുന്നത് ഇറാനാണ്. ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് തുറന്നു പറയുന്ന രാഷ്ട്രമാണ് ഇറാൻ. അവർ അണുബോംബ് നിർമ്മാണത്തിനുള്ള ഒരുക്കത്തിലാണ്. ആണവായുധ പരീക്ഷണങ്ങളിൽ നിന്ന് പിന്തിരിയാൻ അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ടെങ്കിലും ഇറാൻ തള്ളിക്കളഞ്ഞു. ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ അവർ ആണവായുധം നിർമ്മിക്കുന്ന നിലയിലെത്തി കാര്യങ്ങൾ. ഇസ്രായേലിന് ലോകത്തിൽ നിലനിൽക്കാൻ അവകാശമില്ലെന്ന് വാദിക്കുന്ന ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് കനത്ത ഭീഷണിയാണ്. അവർ ആ ആയുധങ്ങൾ തീവ്രവാദികൾക്ക് കൈമാറില്ലെന്ന് എന്താണ് ഉറപ്പ്? ഇറാന്റെ ആണവായുധ മോഹങ്ങൾ വിജയിച്ചാൽ അത് ഇസ്രായേലിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുമെന്ന കാര്യത്തിൽ ഇസ്രായേൽക്കാർക്ക് സംശയമില്ല. അതിനാൽ തന്നെ ഇറാനെ ആക്രമിച്ചതിൽ ഇസ്രായേലിൽ പൊതുജനാഭിപ്രായം നെതന്യാഹുവിന് അനുകൂലമാണ്. അണ്വായുധ നിർവ്യാപന കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് ഇറാൻ. എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ വ്യവസ്ഥകളൊന്നും പാലിക്കാൻ തയ്യാറാകുന്നില്ല. ഈ ഏജൻസിയുടെ പരിശോധനകൾക്ക് സന്നദ്ധമല്ല. അണ്വായുധം നിർമ്മിക്കുന്നതിനുള്ള യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ ദ്രുതഗതിയിൽ നടത്തുന്നു. ഏജൻസിയുടെ സമ്മേളനത്തിൽ റഷ്യയും ചൈനയും ബുർക്കിനോഫാസോയും മാത്രമാണ് ഇറാന്റെ പ്രവൃത്തിയെ കുറ്റപ്പെടുത്തുന്ന പ്രമേയത്തെ എതിർത്തത്. ഇറാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു എന്ന് സാരം. ഇറാന്റെ ആണവായുധ പരിശ്രമങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ഇസ്രായേലിന്റെ ജീവൻ മരണ പ്രശ്നമാണ്. അതിനുള്ള സമയം ആഗതമായെന്ന് ഇസ്രായേൽ കരുതി. അതാണ് ജൂൺ 13 ആരംഭിച്ച യുദ്ധം. 2025 ജൂൺ 13 വെള്ളിയാഴ്ച ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ അതിഭീകരമായാണ് ഇറാനെ ആക്രമിച്ചത്. തലസ്ഥാനമായ ടെഹ്റാനിൽ 13 കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. 200-ലധികം യുദ്ധവിമാനങ്ങൾ 100ഓളം ലക്ഷ്യസ്ഥാനങ്ങളിൽ 300-ലധികം ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അവർ നടത്തിയ ആക്രമണത്തിൽ ആ ദിവസം തന്നെ ഇറാന്റെ 3 ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. സായുധ സേനാ തലവൻ ജനറൽ മുഹമ്മദ് ബഗേരി, പാരാമിലിറ്ററി സംവിധാനമായ റവല്യൂഷണറി ഗാർഡിന്റെ തലവൻ ജനറൽ ഹൊസൈൻ സലാമി, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി തലവൻ ജനറൽ അമിർ അലി ഹാജി സജാദെ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 6 ഉന്നത ശാസ്ത്രജ്ഞന്മാരും 20 സീനിയർ കമാൻഡർമാരും കൊല്ലപ്പെട്ടു. ഇറാനിലെ ആണവ നിലയമായ നദാൻസിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ടെഹ്റാന് സമീപം ഡ്രോൺ ബേസ് ഉണ്ടാക്കിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് തന്നെ ഇസ്രായേലിന്റെ രഹസ്യ സംഘടനയായ മൊസാദിന്റെ വൈഭവം പ്രകടമാക്കുന്നു. ആക്രമണത്തിൽ ഇറാനിലെ മരണസംഖ്യ 1000-ഓടടുക്കുന്നു. ഇസ്രായേലിനുണ്ടായ നാശങ്ങളുടെ കൃത്യമായ കണക്ക് വന്നിട്ടില്ല. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 30ഓളം ഇസ്രായേലികളും കൊല്ലപ്പെട്ടു. ഇറാനെ തുടച്ചു നീക്കുക ഇസ്രായേലിന്റെ ലക്ഷ്യമല്ല എന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അത്തരമൊരു സമീപനമുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള പാലസ്തീൻ വിമോചന മുന്നണിയുടെ പാലസ്തീൻ രാജ്യം ഉണ്ടാകുമായിരുന്നു. ആരെയും ഇല്ലാതാക്കാനല്ല അവർ പോരാടുന്നത്, നിലനിൽപ്പിനാണ്. ഇസ്രായേൽ ജനതയ്ക്ക് ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള യുദ്ധമാണിതെന്ന് അവർ വിശദീകരിക്കുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന ഇവരുടെ പ്രചാരണവും തെറ്റാണ്. ഇസ്രായേലിൽ 18 ലക്ഷം മുസ്ലിമുകൾ സുരക്ഷിതരായി ജീവിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന് തെളിവ്. മുസ്ലിം തീവ്രവാദത്തിനെതിരായ യുദ്ധമായി കൂടി ലോകം ഇതിനെ കാണുന്നു. അതിന്റെ ഇരകളാകുന്നവർ ഈ യുദ്ധത്തിൽ കാവ്യനീതി കാണുന്നു. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന സത്യം. സൈനിക ലക്ഷ്യങ്ങളോട് കൂടിയല്ല ആണവ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്ന ഇറാന്റെ വാദം അവർ വിശ്വസിക്കുന്നില്ല. ഇറാനിലേത് ഒരു ഭീകര ഭരണകൂടമാണ്. സ്വന്തം ജനതയെ ദാരിദ്ര്യത്തിൽ നിലനിർത്തി വൻതുകകൾ ഭീകര പ്രസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഒരു ഭരണകൂടം. ലക്ഷക്കണക്കിന് സിറിയക്കാരെ കൊന്നൊടുക്കിയവരാണ് ഈ ഭരണകൂടം. അതുകൊണ്ട് അണ്വായുധ മോഹങ്ങൾ പിന്തുടരുന്ന ഇറാനെ തടയേണ്ടത് ലോക സമാധാനത്തിന് തന്നെ അത്യാവശ്യമാണ്. ഇക്കാര്യം അറിയാവുന്നതിനാലാണ് ഗൾഫ് പ്രദേശത്തെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇറാനെ പരസ്യമായി പിന്തുണയ്ക്കാൻ തയ്യാറാകാത്തത്. എന്നിട്ടും ഇന്ത്യയിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ഇറാനെ പിന്താങ്ങുന്നു. മതം നോക്കിയുള്ള പിന്തുണ. ഇറാൻ യുദ്ധത്തിനെതിരെ നിലവിളിക്കുന്നവർ നൈജീരിയയിലും കോങ്കോയിലും മ്യാൻമാറിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്ന മുസ്ലിം തീവ്രവാദികളെ അപലപിക്കുവാൻ എന്തുകൊണ്ട് നാവ് ഉയർത്തുന്നില്ല? നൈജീരിയയിലെ ബെന്യു സംസ്ഥാനത്ത് ജൂൺ 14 ശനിയാഴ്ച പുലർച്ചെയുണ്ടായ മുസ്ലിം ഭീകരാക്രമണത്തിൽ 200-ലേറെ ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ച ലയോ 14-ാമൻ മാർപ്പാപ്പ ഈ സംഭവം പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് പീഡനങ്ങളിലൂടെ കടന്നുപോകുന്ന നൈജീരിയ, സുഡാൻ, മ്യാൻമാർ, യുക്രൈൻ, പശ്ചിമേഷ്യ തുടങ്ങിയ ഇടങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
ഒരു കത്തോലിക്ക പുനരധിവാസ കേന്ദ്രത്തിൽ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്നവരാണ് ബെന്യുവിൽ കൊല്ലപ്പെട്ടത്. പുനരധിവാസ കേന്ദ്രം പുറത്തുനിന്ന് പൂട്ടി ഭീകരർ തീവെച്ച് കൊല്ലുകയായിരുന്നു. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊടും ക്രൂരതകളാണ് നൈജീരിയയിൽ വർഷങ്ങളായി നടക്കുന്നത്. കഴിഞ്ഞ മാസം മാത്രം 204 ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെയുണ്ടായി. നൈജീരിയയിലെ തീവ്രവാദ ആക്രമണങ്ങൾ നിരീക്ഷണ വിധേയമാക്കുന്ന ഹ്യൂം ആംഗിൾ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ മാസം നൈജീരിയയിൽ 635 പേർ കൊല്ലപ്പെട്ടു. 182 പേരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി. ഈ വർഷം ഇതുവരെ കൊല്ലപ്പെട്ടവർ 3000-ഓളം വരും. 2020 മുതൽ 2023 വരെയുള്ള കാലയളവിൽ മാത്രം നൈജീരിയയിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം 16,769 ആണെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ പുറത്തുവന്ന ദി ഒബ്സർവേറ്ററി ഫോർ റിലീജിയസ് ഫ്രീഡം ഇൻ ആഫ്രിക്കയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ആ കാലഘട്ടത്തിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം 11,185 ആണ്. വളരെ കിരാതമായ കൂട്ടക്കൊലകളുടെ പരമ്പരയാണ് നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകം കാണുന്ന ഏറ്റവും ഭീകരമായ വംശഹത്യയാണത്. ബുർക്കിന ഫാസോ, കോങ്കോ, സൊമാലിയ എന്നീ രാജ്യങ്ങളിലും ഭീകരാക്രമണങ്ങൾ പതിവായി. കഴിഞ്ഞ മാർച്ച് 28-ന് ബുർക്കിന ഫാസോയിൽ അൽ-ഖ്വയ്ദ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 60-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ടു. ഫെബ്രുവരി 12-ന് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള തീവ്രവാദികൾ കോങ്കോയിൽ 70 ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്തു. മാർച്ചിൽ അൽ-ഷബാബ് എന്ന ഭീകര സംഘടന സൊമാലിയയിൽ നടത്തിയ കാർ ബോംബാക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടു. ബുർക്കിന ഫാസോ, കോങ്കോ പോലുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭീകരാക്രമണങ്ങൾ സമീപകാലങ്ങളിലാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. 94.5% ക്രൈസ്തവ ജനസംഖ്യയുള്ള രാജ്യമാണ് കോങ്കോ. ബൊക്കോ ഹറാം, അൽ-ഖ്വയ്ദ, ഐസിസ് തുടങ്ങിയ തീവ്ര ഇസ്ലാമിക ഭീകര സംഘടനകൾ കൂടുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ ലക്ഷ്യമാക്കുകയും കൂടുതൽ വലിയ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിടുകയും ചെയ്യുകയാണ്. ക്രൈസ്തവരെ മാത്രമല്ല, തങ്ങളുടെ തീവ്ര നിലപാടുകളെ പിന്തുണയ്ക്കാത്ത മിതവാദികളായ മുസ്ലിമുകളെയും ഇവർ കശാപ്പ് ചെയ്യുന്നുണ്ട്. ദ ഒബ്സർവേറ്ററി ഫോർ റിലീജിയസ് ഫ്രീഡം ഇൻ ആഫ്രിക്കയുടെ റിപ്പോർട്ട് പ്രകാരം 2020-23 കാലയളവിൽ 16,769 ക്രൈസ്തവരും 6,235 മുസ്ലിമുകളും കൊല്ലപ്പെട്ടു. 8,000-ഓളം മുസ്ലിമുകളെ തട്ടിക്കൊണ്ടുപോയി. 10,000-കണക്കിന് പേർ ദാരുണമായി കൊല ചെയ്യപ്പെടുകയും ജനലക്ഷങ്ങൾ പലായനം ചെയ്യുകയും മരണം മുന്നിൽ കണ്ട് ജീവിക്കുകയും ചെയ്തിട്ടും ഈ ദുരവസ്ഥയ്ക്ക് ശരിയായ ലോകശ്രദ്ധ കൈവരുന്നില്ല. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 200-ലേറെ പേർ ഭീകരരുടെ മരണത്തിൽ വെന്തുമരിച്ച ദാരുണ സംഭവം മലയാള മാധ്യമങ്ങളിൽ എത്ര പേർ വാർത്തയാക്കി. അത്തരം സംഭവങ്ങളെ തമസ്കരിക്കുന്നു. മത തീവ്രവാദ ഭീകര സംഘടനകളുടെ നേതൃത്വത്തിലുള്ള അക്രമ സംഭവങ്ങൾ ലോകമെമ്പാടും കുത്തനെ ഉയരുമ്പോഴും അപകടകരമായ മൗനം പാലിക്കുകയാണ് യുദ്ധവിരുദ്ധ പ്രകടനം നടത്തുന്ന മതേതര സമരക്കാർ. സ്വന്തം വീട്ടുമുറ്റത്ത് ബോംബ് വീഴുന്നതുവരെ യുദ്ധം അകലങ്ങളിലെ പൂരമായി ചിത്രീകരിക്കുന്നവർ സ്വന്തം വീട്ടിലുള്ളവരെ ഭീകരർ മതം നോക്കി കൊന്നാലും ഇതേ നിലപാടാവുമോ സ്വീകരിക്കുക? വാസ്തവത്തിൽ ആഗോള മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇസ്ലാമിക ഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുന്ന ഈ പ്രവണതയാണ് ലോകസമാധാനത്തിനുള്ള വലിയ ഭീഷണി. ഭീകരാക്രമണങ്ങൾക്ക് കിട്ടുന്ന തിരിച്ചടികൾക്ക് ലഭിക്കുന്ന മാധ്യമ ശ്രദ്ധയുടെ 1% പോലും തീവ്രവാദികൾ നടത്തുന്ന നിഷ്ഠൂരമായ കൂട്ടക്കുരുതികൾക്ക് ലഭിക്കുന്നില്ല എന്നത് മനുഷ്യകുലത്തോടുള്ള മഹാ അപരാധമാണ്. ഹമാസ് ഭീകരർ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തെ തുടർന്നുണ്ടായ തിരിച്ചടിയെ ഏകപക്ഷീയമായി വിലയിരുത്തുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും കേരളത്തിൽ നടത്തുന്ന പ്രചാരണങ്ങൾ തന്നെ ഉദാഹരണം. അക്കൂട്ടർ മറ്റു രാജ്യങ്ങളിൽ ക്രൈസ്തവ സമൂഹവും മിതവാദികളായ മുസ്ലിമുകളും പോലും നേരിടുന്ന വെല്ലുവിളികളോട് മുഖം തിരിക്കുന്നു. ആധുനിക ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഭീകരമായ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിനെ അപലപിക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല. ഇത് വലിയ മുന്നറിയിപ്പാണ്. ഭാരതത്തിൽ യഥാർത്ഥ മതേതരത്വം വലിയ ഭീഷണിയിലാണെന്ന സത്യത്തിനുള്ള മുന്നറിയിപ്പ്. അധികാരം പിടിക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇക്കൂട്ടർ എന്നതിന്റെ മുന്നറിയിപ്പ്. ആഗോള തീവ്രവാദി പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയെ വരെ വെള്ളപൂശുകയാണ് കേരളം. കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വല്ലാത്തൊരു അവകാശവാദം ഉന്നയിച്ചു. കേരളം വർഗീയ സംഘർഷം ഇല്ലാതാക്കി പോലും. പുകയുന്ന അഗ്നിപർവ്വതത്തിന്റെ മുകളിലിരുന്നാണ് മുഖ്യമന്ത്രി ഇത് പറയുന്നത് എന്നതല്ലേ സത്യം. 2021 ജൂൺ 28-ന് അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു, കേരളത്തിൽ IS സ്ലിപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ISലേക്ക് പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യപ്പെട്ട 21 പേരെക്കുറിച്ചും ബെഹ്റ പറഞ്ഞു. 2016 മെയ് ജൂൺ മാസങ്ങളിൽ 21 യുവാക്കൾ അഫ്ഗാനിസ്ഥാനിൽ കടന്നതായി ബെഹ്റ ചൂണ്ടിക്കാണിച്ചു. ഈ പ്രവർത്തനങ്ങളെ നേരിടാൻ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് രൂപീകരിച്ചതായും ബെഹ്റ വെളിപ്പെടുത്തി. എന്നാൽ ഓഗസ്റ്റ് 13-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, ഇല്ല,
അതിനും വളരെ കാലം മുമ്പേ 2020 ലോകത്തെങ്ങും ജീവിക്കാനാവാതെ വന്നിരിക്കുന്ന IS തീവ്രവാദികൾക്ക് കേരളത്തിൽ താവളങ്ങളുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ നൽകിയ മുന്നറിയിപ്പ് കേരളം ഗൗരവമായി എടുത്തതായി കണ്ടില്ല. സർക്കാരിനെ മുൻപിൻ നോക്കാതെ കുറ്റം മാത്രം പറയുന്ന പ്രതിപക്ഷവും ഇത് വിഷയമാക്കിയില്ല. ചാനൽ ചർച്ചക്കാരും ആ വിഷയം ഗൗരവമാക്കിയില്ല. SDPIക്ക് പോലീസ് രഹസ്യങ്ങൾ ചോർത്തി നൽകിയതിന് കേരള പോലീസിലെ സിവിൽ പോലീസ് ഓഫീസറായ അനസ് PKയെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത് കേരള പോലീസിന്റെ അന്തർരഹസ്യങ്ങളുടെ ഭീകരമുഖം തുറന്നുകാട്ടിയ സംഭവമായിരുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘടനകൾക്ക് പോലീസിൽ നിന്നും രഹസ്യങ്ങൾ ചോർന്നു കിട്ടുന്നു എന്നതിന്റെ പേടിപ്പെടുത്തുന്ന സാക്ഷ്യം. മുസ്ലിം തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനും അതിന്റെ പോഷക സംഘടനകൾക്കും പോലീസിൽ നിന്നും രഹസ്യങ്ങൾ ചോർന്നു കിട്ടുന്നു എന്നത് സത്യമാണെന്ന് അനസ് സംഭവത്തിന്റെ പോലീസ് അന്വേഷണം സംശയലേശമന്യേ കണ്ടെത്തി. ഇടുക്കി ജില്ലയിലെ കരുമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിരുന്നു PK അനസ്. 2021 ഡിസംബർ 3 തൊടുപുഴ മാങ്ങാട്ടുകവലയിൽ KSRTC ജീവനക്കാരനായ മനോജിനെ മുസ്ലിം തീവ്രവാദികൾ ആക്രമിച്ച കേസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ വെച്ചാണ് അനസിനെതിരെ നടപടി. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കേസുകളിൽ ഉൾപ്പെട്ടവരടക്കമുള്ളവരുടെ വിവരങ്ങൾ അനസ് SDPI പ്രവർത്തകർക്ക് കൈമാറിയതായി കണ്ടെത്തിയതിന്റെ ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റ് ഷെയർ ചെയ്ത മനോജ് എന്ന ക്രൈസ്തവ സംഘടനാ പ്രവർത്തകനെയും മക്കളെയും ദേവനിന്ദ എന്ന കുറ്റം ആരോപിച്ചാണ് മുസ്ലിം തീവ്രവാദികൾ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യാൻ നോക്കിയത്. 2021 ഡിസംബർ 19 ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടതും ഡിസംബർ 18 SDPI നേതാവ് ഷാൻ കൊല്ലപ്പെട്ടതും കേരളത്തിലെ വർഗീയ മുഖമല്ലേ കാണിച്ചു തന്നത്. ആലപ്പുഴയിൽ 6 മണിക്കൂറിന്റെ ഇടവേളയിൽ 2 കൊലപാതകങ്ങളാണ് നടന്നത്. സൗമ്യനെന്ന് പരക്കെ അറിയപ്പെട്ടിരുന്ന ഒരു BJP നേതാവിനെ അമ്മയുടെ മുന്നിലിട്ടാണ് SDPIക്കാർ വെട്ടിക്കൊന്നത്. ആ അമ്മയുടെ നിലവിളി ചാനലുകളിലൂടെ കേരളം കണ്ടു. മണിക്കൂറുകൾക്ക് മുമ്പാണ് SDPI നേതാവ് ഷാൻ BJPക്കാരാൽ കൊല്ലപ്പെട്ടത്. പറക്കമുറ്റാത്ത 2 കുട്ടികളുടെ ആ വീട്ടിൽ നിന്നും ഉയരുന്ന വിലാപത്തിലും ചങ്കുപൊട്ടുന്ന സ്വരം ഉണ്ടെന്ന് എന്തേ വർഗീയവാദികൾ മനസ്സിലാക്കുന്നില്ല? അതിനുള്ള ഹൃദയം ഇല്ലാത്തവരാണല്ലോ അവർ. 2022 മെയ് 21 അവലും മലരും കരുതിക്കോ കുന്തിരിക്കം കരുതിക്കോ എന്നെല്ലാം വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ പോപ്പുലർ ഫ്രണ്ടുകാരും ഇവിടെയുള്ളവരല്ലേ? 2023 ഏപ്രിൽ 20 പാലക്കാട്ട് ഇന്റൽ മണിയുടെ കളക്ഷൻ ഏജന്റ് പ്രശാന്തിനെ കൊള്ളയടിച്ച് 30 ലക്ഷം കവർന്ന കേസിൽ പ്രതികളായി പിടിക്കപ്പെട്ട MK അഷിഫ്, TS ഷിയാസ് എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇപ്പോഴും കേരളത്തിൽ IS പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് കൃത്യമായി പറയുന്നു. ജിഹാദി പ്രവർത്തനങ്ങൾക്കായി അവിശ്വാസികളുടെ സ്വത്ത് കവരുക എന്ന പ്രമാണമനുസരിച്ചാണ് ഇവർ കൊള്ള നടത്തിയതെന്ന് NIA ചൂണ്ടിക്കാണിച്ചു. ഇതിനായി ഹിന്ദു ക്ഷേത്രങ്ങളുടെയും പ്രമുഖ വ്യക്തികളുടെയും ലിസ്റ്റ് ഇവർ തയ്യാറാക്കി കൊള്ളയടിക്കുന്നതിന് പദ്ധതിയിട്ടു. അതിന്റെ ഭാഗമാണ് 2023 ഏപ്രിൽ 20 നടന്ന കൊള്ള. പോലീസ് വെറുതെ പറയുന്നതാണ്, തെളിയിക്കുന്നതിനുള്ള രേഖകളില്ലെന്ന പ്രതിഭാഗം ഭാഗത്തെ ജിമെയിലിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളും മൊബൈൽ ഫോൺ വിളിയുടെ വിവരങ്ങളും കോടതിയിൽ സമർപ്പിച്ച് NIA നേരിട്ടു. പ്രതികളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പോലീസ് കോടതിക്ക് കൈമാറി. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണിവർ. 2008 RSS പ്രവർത്തകനെ വധിച്ച കേസിൽ പ്രതിയാണ് അഷിഫ്. ഖത്തറിൽ പോയി ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറത്തിൽ പ്രവർത്തിച്ചു. അഷിഫും സയ്യിദും മറ്റൊരു പ്രതിയായ റായ്സിനെ വശീകരിച്ച് സംഘത്തിലാക്കി. തിരിച്ച് ഇന്ത്യയിലെത്തിയ അഷിഫ് ആശയപ്രചാരണത്തിനായി ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങി. ISലേക്ക് യുവാക്കളെ തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു. മഞ്ചേരി ഗ്രീൻ വാലിയിൽ പരിശീലനം കൊടുത്തു. MK അഷിഫ്, TS ഷിയാദ്, സയ്യിദ് നബിൽ, അഹമ്മദ് റൈസ് PA, ഷഹീർ EP എന്നിവർ സംഘമായി പ്രവർത്തിച്ചു. ഇവരുടെ പരിശീലനം കിട്ടിയ അബു തഹിർ സിറിയയിൽ ജാബത്ത് അൽ നുസ്രായിൽ ചേർന്നു. 2016 അബു അഫ്ഗാനിസ്ഥാനിലെത്തി. അഷിഫും ഷിയാസും അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുവാൻ പരിപാടിയിട്ടെങ്കിലും നടന്നില്ല. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ IS പ്രവർത്തനം നടക്കുന്നതായി 2023 ജൂണിൽ NIAക്ക് വിവരം കിട്ടി. അതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കോടതി പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചു. അതായത് NIAയുടെ നിഗമനങ്ങൾ അംഗീകരിച്ചു. ഇത് കേരളത്തെക്കുറിച്ച് തരുന്ന ഉൾക്കാഴ്ച അമ്പരിപ്പിക്കുന്നതല്ലേ? ആലപ്പുഴയിലും പാലക്കാട്ടും 2021 ഹിന്ദു മുസ്ലിം തീവ്രവാദികൾ എണ്ണം പറഞ്ഞു നടത്തിയ കൊലപാതകങ്ങളെ തുടർന്ന് കേരളത്തിന്റെ അന്നത്തെ എക്സൈസ് മന്ത്രിയും CPM സൈദ്ധാന്തികൻ എന്ന് ചിത്രീകരിക്കപ്പെടുന്ന നേതാവുമായ ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ വർഗീയതയെക്കുറിച്ച് നടത്തിയ അപകടകരമായ നിരീക്ഷണം ആരും മറന്നിട്ടില്ല. എല്ലാ വർഗീയതയും ആപത്കരങ്ങളാണെങ്കിലും ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയേക്കാൾ ആപത്കരമാണെന്നായിരുന്നു അത്. കേരളത്തിലെ പശ്ചാത്തലത്തിൽ ഇതിനർത്ഥം മുസ്ലിം വർഗീയത ഹിന്ദു വർഗീയതയേക്കാൾ അപകടം കുറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും.
ധീരനായ CPM മന്ത്രി എന്തുകൊണ്ട് ഇക്കാര്യം ഇങ്ങനെ തുറന്നു പറഞ്ഞില്ല? ന്യൂനപക്ഷ വർഗീയത എന്ന മൂടുപടത്തിലാക്കി ക്രിസ്ത്യാനികളെയും ജൈനമതക്കാരെയും ബുദ്ധമതക്കാരെയും സംശയത്തിന്റെ നിഴലിലാക്കി. മുസ്ലിം വർഗീയത എന്ന പേര് പറയാൻ പോലും അദ്ദേഹത്തിന് ഭയമോ ഇഷ്ടക്കുറവോ ആയതുകൊണ്ടല്ലേ അദ്ദേഹം ന്യൂനപക്ഷ വർഗീയത എന്ന വാക്കുപയോഗിച്ചത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുസ്ലിം തീവ്രവാദികളോടാണ് താല്പര്യം എന്നല്ലേ? ഇതെല്ലാമാണ് കേരളത്തിന്റെ തനിനിറങ്ങൾ എന്ന് ആർക്കാണ് അറിയാത്തത്? കണ്ണൂരിൽ ജൂൺ 17-ന് 50 പേരെയാണ് ഒരു തെരുവുനായ ഓടി നടന്ന് കടിച്ചത്. പിറ്റേന്ന് നായ ചത്തു. നായ കടിച്ചവരിൽ വീട്ടുമുറ്റത്ത് പിച്ച് വെച്ച് നടന്ന 1.5 വയസ്സുകാരി വരെ ഉണ്ടായിരുന്നു. നായ്ക്കളെ ഭയന്ന് പുറത്തിറങ്ങാനാവാത്ത സംസ്ഥാനമായിരിക്കുകയാണ് കേരളം. കേരളത്തിൽ 2.89 ലക്ഷം തെരുവുനായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക്. അതെല്ലാം പഴയ കണക്കാവണം. തെരുവുനായ ഇല്ലാത്ത തെരുവില്ലാത്ത നിലയിലായി കേരളം. സ്വൈര്യജീവിതം അസാധ്യമാകും വിധം ഭീകരമായി അവയുടെ വിഹാരം. നായ്ക്കളെ ഭയന്ന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ മടിക്കുന്ന കാലമായി. കേരളത്തിലെ ഏറ്റവും നല്ല വരുമാന മേഖലയായ ടൂറിസത്തെ ഈ ശല്യം വല്ലാതെ ബാധിക്കുന്ന നിലയാണ്. 2024-ൽ കേരളത്തിൽ 3.16 ലക്ഷം ജനങ്ങൾ പട്ടികടിയേറ്റ് ആശുപത്രികളിലെത്തി. 2024-ൽ 26 പേർ പേവിഷബാധ മൂലം മരിച്ചു. 2017-ൽ 1.35 ലക്ഷമായിരുന്നു ഇങ്ങനെ ആശുപത്രികളെ സമീപിച്ചത്. 133% വർധന. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം, 50,870. കൊല്ലത്ത് 37,618, എറണാകുളത്ത് 32,086, പാലക്കാട് 31,303, തൃശൂരിൽ 29,363 കേസുകളുണ്ടായി. 2023-ൽ പാർലമെന്റിൽ സമർപ്പിച്ച കണക്കനുസരിച്ച് 30.5 ലക്ഷം പേരെയാണ് പട്ടി കടിച്ചത്. ഇതുമൂലം 286 മരണം സംഭവിച്ചു. കടികൊണ്ട് ജനം ആശുപത്രികളിലെത്തി കുത്തിവയ്പ്പെടുത്താലും പേയിളകില്ലെന്ന് ഉറപ്പില്ലാത്ത നിലയുമായി. ശക്തമായ നിയമസംരക്ഷണമാണ് തെരുവുനായ്ക്കൾക്കുള്ളത്. ഇതും മാറണം. ഇവർക്ക് വേണ്ടി ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകർ കോടതിയിൽ ഹാജരാകുന്നു. നായ്ക്കളോടുള്ള സ്നേഹത്തെക്കാൾ പേപ്പട്ടി വിഷ നിർമ്മാതാക്കളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നതെന്ന് കരുതാൻ ന്യായങ്ങളുണ്ട്. കേരളത്തിൽ പേപ്പട്ടി വിഷ പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ടും ഉണ്ടായ മരണങ്ങളിൽ പോലും മരുന്നിന്റെ ഗുണനിലവാരം ആരും സംശയിച്ചില്ല എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. 2018-ലെ സുപ്രീം കോടതി വിധിയനുസരിച്ച് ജസ്റ്റിസ് സിരിജഗൻ കമ്മീഷൻ ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കടിയേറ്റവർക്ക് 30,000 മുതൽ 17 ലക്ഷം വരെ രൂപ കമ്മീഷൻ നഷ്ടപരിഹാരം വിധിച്ചിട്ടുണ്ട്. കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണം വേണ്ടേ? ഒന്നും പറഞ്ഞതുകൊണ്ടായില്ലല്ലോ, നടപടികൾ വേണ്ടേ? എല്ലാം ശരിയാക്കിയെന്ന് സർക്കാർ പറയുമ്പോൾ ജനം ചോദിച്ചു പോകുന്നു. തെരുവുനായ്ക്കളുടെ കുത്തിവയ്പ്പിന് 47.6 കോടി രൂപ പഞ്ചായത്തുകൾ ചെലവാക്കുന്നു. എന്നാൽ നായ്ക്കൾ പെരുകുന്നതല്ലാതെ വന്ധീകരണം നടക്കുന്നതിന്റെ സൂചനകളില്ല. തെരുവുനായ്ക്കളെ കൊല്ലാനും നിയമമുണ്ടാവണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. ഈ അക്കാദമിക വർഷത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാണിച്ച നല്ല മാനങ്ങളിലൊന്ന് സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കൂടുന്നു എന്നതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 40,906 കുട്ടികൾ സർക്കാർ സ്കൂളുകളിൽ ഈ വർഷം ഉണ്ട് എന്നാണ് മന്ത്രി വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നത് 28,86,607 കുട്ടികളായിരുന്നു. ഈ വർഷം അത് 29,27,513 എന്നാൽ 1ാം ക്ലാസ്സിൽ ചേർന്നവരുടെ എണ്ണത്തിൽ 16,510 പേരുടെ കുറവുണ്ട്. ഈ വർഷം സ്കൂളുകളിൽ ചേർന്നത് 2,34,475 കുട്ടികളാണ്. ഇതിന് കാരണം 2010 മുതൽ 2020 വരെ ജനനനിരക്കിൽ കേരളത്തിലുണ്ടായ കുറവാണ്. 2010-ൽ 15.75% ജനനനിരക്ക് 2020-ൽ 12.75%. സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ കൂടുന്നതിന് കാരണം അവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിന്റെ മേന്മയാണെന്ന് മന്ത്രി അവകാശപ്പെടുന്നു. എന്നാൽ സ്വകാര്യ സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കുന്നതിനുള്ള സാമ്പത്തിക ശേഷി കൂടുതൽ മാതാപിതാക്കൾക്ക് ചോർന്നിരിക്കുന്നു എന്നതല്ലേ യഥാർത്ഥ കാരണം? കുട്ടികൾ ഭീകരമായി കുറയുന്ന സാഹചര്യത്തിൽ വലിയ തുക മുടക്കിയുണ്ടാക്കുന്ന സൗകര്യങ്ങൾ ആർക്കു വേണ്ടിയെന്ന് പലരും ചിന്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നായപുല്ല് തിന്നുകയുമില്ല, പശുവിനെ തിന്നാൻ അനുവദിക്കുകയുമില്ല എന്ന സമീപനത്തിനാണ് പുൽത്തൊട്ടിയിലെ നായയുടെ സമീപനം എന്ന് പറയുന്നത്. ആശാവർക്കർമാരുടെ ഓണറേറിയം 1 പൈസ പോലും കൂട്ടില്ലെന്ന് ശാഠ്യം പിടിക്കുന്ന സർക്കാർ പഞ്ചായത്തുകൾ അവർക്ക് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന തുകയ്ക്കും തടസ്സം ഉണ്ടാക്കുന്നു. പഞ്ചായത്ത് നിയമനത്തിന് നിരക്കാത്ത തീരുമാനം എന്നതാണ് സർക്കാർ പറയുന്ന തടസ്സം.
TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലൂടെ കുപ്രസിദ്ധമായ ഓഞ്ചിയം പഞ്ചായത്ത് ആശമാർക്ക് മാസം 2500 രൂപ വെച്ച് കൂട്ടിക്കൊടുക്കുവാനെടുത്ത തീരുമാനം സർക്കാർ തടഞ്ഞു. 2025 ഏപ്രിൽ 2-നാണ് പഞ്ചായത്ത് ഇങ്ങനെ തീരുമാനിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറിയും ഇടതുപക്ഷ അംഗങ്ങളുടെ നിർദ്ദേശത്തെ എതിർത്തു. എങ്കിലും തീരുമാനമെടുത്തു. പഞ്ചായത്ത് നിയമനത്തിന് നിരക്കാത്തതുകൊണ്ട് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ജൂൺ 7-ന് ചേർന്ന ഭരണസമിതി വിഷയം വീണ്ടും പരിശോധിക്കുകയും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. തനത് ഫണ്ടിൽ നിന്നും ഇതിനായി 5.10 ലക്ഷം രൂപ നീക്കിവെക്കുകയും ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറിയും ഇടതംഗങ്ങളും ഇക്കുറിയും വിയോജിച്ചു. പഞ്ചായത്ത് തീരുമാനം വന്നതോടെ സെക്രട്ടറി ഫയൽ സർക്കാരിലേക്ക് അയച്ചു. തീരുമാനം സ്റ്റേ ചെയ്ത സർക്കാർ ഫയൽ ഓംബുഡ്സ്മാന് അയച്ചു. അങ്ങനെ ആശമാർക്ക് കിട്ടിയ പ്രതീക്ഷ അപകടത്തിലായി. ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതിലൊന്നാണ് ആശമാരുടെ ഓണറേറിയം വർധന. ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ അധികാരത്തിൽ വന്നാൽ ആദ്യ യോഗത്തിൽ ഈ തീരുമാനമുണ്ടാവുമെന്ന് സതീശൻ പറഞ്ഞു. മുന്നണി അധികാരത്തിൽ വരണം, സതീശൻ മുഖ്യമന്ത്രിയായി ഉണ്ടാവണം തുടങ്ങിയ ഉപാധികൾ നടക്കണം. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 5 മാസമായി സമരം ചെയ്യുകയാണ് ആശമാർ. സർക്കാരാകട്ടെ കണ്ട മട്ടും നടിക്കുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് 2025 മെയ് 5-ന് അവർ കാസർഗോട്ട് നിന്നും തലസ്ഥാനത്തേക്ക് രാപ്പകൽ സമരജാഥ നടത്തിയത്. 14 ജില്ലകളും പിന്നിട്ട് ജൂൺ 18-ന് 46-ാം ദിവസം ജാഥ തലസ്ഥാനത്തെത്തി പ്രകടനത്തോടെ സമാപിച്ചു. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് സതീശൻ ഈ പ്രഖ്യാപനം നടത്തിയത്. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു വന്നവർ 9 വർഷം പിന്നിടുകയാണ്. ജീവനക്കാരുടെ ക്ഷാമബദ്ധ വർധന പോലും കുടിശ്ശികയാണ്. കേരളത്തിലെ നെൽകർഷകന് നെല്ല് വിറ്റാൽ 15 ദിവസത്തിനകം പണം കിട്ടുന്ന ഒരു കേന്ദ്ര സംവിധാനം ഉണ്ടായേക്കും. ഇപ്പോൾ നെല്ല് കൊടുക്കുന്ന കർഷകന് വില സമയത്ത് കിട്ടാത്ത ദുസ്ഥിതിയാണുള്ളത്. കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ് ഇതിനുള്ള നീക്കം ആരംഭിച്ചത്. അവരുടെ ഉദ്യോഗസ്ഥർ പാലക്കാടെത്തി 5 പഞ്ചായത്തുകളിലെ 500 കർഷകരുമായി കരാർ ഒപ്പിട്ടു എന്നാണ് വാർത്ത. ഇപ്പോൾ കിട്ടുന്ന 28.20 രൂപയ്ക്കാവും 2021-22 കേന്ദ്രം നെല്ലിന് സംഭരണ വില നിശ്ചയിച്ച കാലത്ത് കേരളം കൊടുത്തിരുന്ന ബോണസ് തുടർന്നിരുന്നുവെങ്കിൽ ഇന്ന് നെല്ലിന് കിലോയ്ക്ക് 32.52 രൂപ കിട്ടേണ്ടതാണ്. കാരണം 2021-22 കേരളം കൊടുത്തിരുന്നത് 8.60 രൂപയാണ്, കേന്ദ്രം 19.40 രൂപയും. എന്നാൽ കേന്ദ്രം ഓരോ വർഷവും സംഭരണ വില കൂട്ടിയതനുസരിച്ച് കർഷകരോട് വല്ലാത്ത സ്നേഹമുള്ള കേരളം സംസ്ഥാന വിഹിതം കുറച്ചു. ഇപ്പോൾ കേന്ദ്രം 23 രൂപ കൊടുക്കുമ്പോൾ കേരളം 5.20 രൂപ കൊടുക്കുന്നു. 2021-22 3.67 രൂപ കുറച്ചു. ഈ നീക്കം ഫലപ്രദമായാൽ പിണറായി സർക്കാരിന് നേട്ടങ്ങളുടെ കൂടെ ചേർക്കാൻ ഒന്നുകൂടിയാവും. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ കളിക്കാൻ തന്നെയാണ്. രാജ്ഭവനിൽ ഇപ്പോൾ യോഗങ്ങൾ, വിരുന്നുകളെല്ലാം പതിവായി. യോഗങ്ങളിലെല്ലാം ഭാരത് മാതാവിന്റെ ചിത്രം അദ്ദേഹം നിർബന്ധപൂർവ്വം വയ്ക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തുന്ന നിയമസഭയിൽ ആ ചിത്രം വയ്ക്കണമെന്ന് ആവശ്യപ്പെടുമോ ആവോ? ചാൻസലറായ ഗവർണർ വൈസ് ചാൻസലർമാരുടെ സമ്മേളനം വിളിച്ചുകൂട്ടി ഒഴിവുള്ള തസ്തികയിലെല്ലാം നിയമനം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മിക്കവാറും സർവകലാശാലകളിലെല്ലാം ഗവർണറുടെ മാത്രം നോമിനികളാണ് വൈസ് ചാൻസലർമാർ. അധ്യാപക നിയമനത്തിനുള്ള കമ്മിറ്റിയിൽ ചാൻസലറുടെയും വൈസ് ചാൻസലറുടെയും പ്രതിനിധികൾ ഉണ്ടാവും. അതായത് സഖാക്കൾ തട്ടിയെടുത്തിരുന്ന പദവികൾ ഇനി സംഘികൾക്കാവുമെന്ന്. ചാൻസലർ സെനറ്റ് യോഗത്തിലും സംബന്ധിച്ചു തുടങ്ങി. കേരള സർവകലാശാലയുടെ സെനറ്റിന്റെ 2 യോഗങ്ങളിൽ അദ്ദേഹം സംബന്ധിച്ചു. പല കളികളും കാണാനിരിക്കുന്നു എന്നർത്ഥം. ഷീലോവിന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.